നിങ്ങളുടെ കുട്ടികൾ സ്ഥിരമായിട്ട് അസുഖമുള്ള കുട്ടികളാണോ? ഒന്നിടവിട്ട് ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും. അസുഖം മാറുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ അടങ്ങിയ ലീഫി വെജിറ്റബിൾസ് ധാരാളം കൊടുക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ ധാരാളം അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ അത്തരം ഭക്ഷണങ്ങളോടൊക്കെ വിമുഖത കാണിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അവർ കഴിക്കാവുന്ന രീതിയിലേക്ക്, അവർക്ക് ടേസ്റ്റി ആവുന്ന രീതിയിലേക്ക് കളർഫുള്ളായിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക, വെണ്ടക്ക, പൊതുവെ പച്ചക്കറികൾ, ഇലക്കറികൾ എല്ലാം ധാരാളം വിവിധ രീതിയിൽ അവരെങ്ങനെയാണോ കഴിക്കുന്നത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നീട് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കൊടുക്കുക. അതുപോലെ പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഫുഡ്സ്, ഇപ്പോൾ കേട്, നമ്മുടെ തൈര്, മോര് പോലെയുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ എല്ലാം ധാരാളം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ സ്ഥിരമാക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി മരുന്നുകൾ ശീലമാക്കി നോക്കുക. ഒരു പരിധിവരെ നമുക്ക് ഇത്തരം ഇമ്മ്യൂണിറ്റി കുറവുള്ള പ്രയാസങ്ങളെ നമുക്ക് മറികടക്കാൻ നമുക്കാവും.